there, welcome to Bangalore series. നമ്മളിപ്പോൾ ഉള്ളത് ലാൽബാഗിലാണ്. ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുക. 7th തൊട്ട് 18th of August വരെയാണ് ഈ ഷോ നടക്കുന്നത്. ഇവിടുത്തെ എൻട്രി ഫീസ് ഓൺ വീക്ക് ഡേയ്സ് വന്നിട്ട് അഡൽട്ട്സിന് ₹100ഉം കിഡ്സ് അണ്ടർ 12ന് ₹30 ആണ് ഇവിടുത്തെ ചാർജ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ കുറേ കുഞ്ഞു സ്റ്റോൾസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് കുറേ നാച്ചുറൽ പൊടികൾ, പിന്നീട് കുറേ സീഡ്സ്, പിന്നീട് അച്ചാറ്, പിന്നെ ഹാൻഡ് മെയ്ഡ് തിങ്സ്, എന്താ പറയുക, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞു പോട്രീസ്, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ കാണാം. ഇത് വന്ന് ഭയങ്കര ചീപ്പാണ് ഇതിൻ്റെ റേറ്റ്. അതും പോരാനായിട്ട് നമുക്കിവിടെ തത്തേനെ കാണാം. ഈ തത്തയ്ക്ക് റേറ്റ് എത്രയാണ് പറഞ്ഞതെന്ന് അറിയാം, ഒരു ₹50 ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. അത് ഭയങ്കര ചാർജായിരുന്നു. അത് കാരണം അത് ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, ഇറ്റ് വിൽ ബി പ്രിറ്റി കൂൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഷോപ്സ് അതൊക്കെ ചുമ്മാ കയറി നമ്മൾ നോക്കി. പിന്നീട് കുറേ കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന കൂട്ട് കുറേ ടോയ്സ് അവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് 90s 80s കിഡ്സിൻ്റെ കുറേ മിനിയേച്ചർ വുഡൻ ഡോൾസ്, ലൈക്ക് ടോയ്സ്, എന്താ പറയുക, ഒരു ബൊമ്മ, മറ്റേ കീ ചെയിന്, പമ്പരത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നൊന്ന് മെൻഷൻ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് കുറേ തലയാട്ടി ബൊമ്മ, പിന്നീട് ബോർഡ് ഗെയിംസ് ലൈക്ക് ചെസ്, ലൂഡോ, അങ്ങനത്തെ കുറേ ബോർഡ് ഗെയിംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലോട്ട് വരുമ്പോൾ ഒരു ബിഗ് പീകോക്കിനെ നമുക്ക് കാണാം. നമ്മുടെ നാഷണൽ ബേർഡായിട്ടുള്ള പീകോക്കിനെ നമുക്ക് അവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർഫോൾ, ഒരു പോട്ടിൽ നിന്ന് ഫോൾ ചെയ്ത് വീഴുന്ന കൂട്ട് പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ ഗ്ലാസ് ഹൗസിൻ്റെ അകത്താണ് ഇപ്പോൾ കയറിയത്. ഇവിടെ ലാർജ് വെറൈറ്റി ഓഫ് പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനൊക്കെ ഇങ്ങനത്തെ പൂ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രമാത്രം പൂക്കൾ. ആ പൂ കൊണ്ട് നമ്മളുടെ മൈസൂർ പാലസ് ഇല്ലേ, അത് തന്നെ അവരവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഷോക്കായി പോയി അത് കണ്ടപ്പോൾ. ഹൗ ദേ മേഡ് ദാറ്റ്. അത് അത്രയ്ക്ക് റിയാലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. അത്രയ്ക്ക് റിഫ്രഷിംഗ് ആയിട്ടും മൈൻഡ് റിലാക്സിങ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ പ്ലേസ് ആണിത്. സോ എല്ലാവരും എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ പോകാൻ ശ്രമിക്കൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ അവിടെ ഒരു കുഞ്ഞു നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ആ ബോർഡ്. അത് അത്ര കുഞ്ഞായിട്ട് ലാൽബാഗിൻ്റെ ആ ഒരു പ്ലേസിൻ്റെ ആ ഹിസ്റ്ററി തന്നെ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ വരുമ്പോൾ ഒരു ഫൗണ്ടേഷൻ കാണാം. ആ ഒരു ആംബിയൻസ് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.